നമസ്കാരം. നമ്മുടെ നാട്ടിലൊരു ആചാരമാണ്. അതായത് ജനസ്വീകാര്യത കിട്ടുന്ന ഏതെങ്കിലും ഒരു പ്രോജക്റ്റിന്റെ ഉദ്ഘാടനം നടക്കുകയാണ്, മുഖ്യമന്ത്രി നിർവഹിക്കുകയാണ്. ആ പരിപാടി കഴിഞ്ഞ ഉടനെ നമ്മുടെ നാട്ടിലെ ഈ കനകോലു സിദ്ധാന്തക്കാരും ചില മാപ്രകളെല്ലാം കൂടി ചേർന്ന് അത് കേന്ദ്രീകരിച്ചൊരു വിവാദം സൃഷ്ടിക്കാൻ ശ്രമിക്കും. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്രീകരിച്ച്. കഴിഞ്ഞ ദിവസം പെരുമ്പളം പാലം, ആ പാലത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്രീകരിച്ച് ഒരു 3 സെക്കൻഡ് ദൃശ്യം പ്രചരിക്കുന്നുണ്ട്. ഇതേ നോക്കിയേ. മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് സ്വീകരിക്കാൻ ഒരു പെൺകുട്ടി പൂവുമായി വരുമ്പോൾ അദ്ദേഹം കൈ കാണിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് പെൺകുട്ടി ആ പൂവ് താഴെ വയ്ക്കുന്നു. അതായത് ഒരു പെൺകുട്ടി പൂ കൊണ്ടുവന്നിട്ട് വാങ്ങിക്കാൻ തയ്യാറാകാത്ത ധാർഷ്ട്യക്കാരൻ. ഇതാണ് ആ 3 സെക്കൻഡ് വീഡിയോ വെച്ചിട്ടുള്ള പ്രചരണം. ഇനി ഇതിലെ വസ്തുത എന്താണെന്ന് കൂടി നാട്ടുകാർ കാണണം. കാര്യം വിദഗ്ധമായിട്ട് ചില വീഡിയോ ദൃശ്യങ്ങൾ എടുത്തതിന് ശേഷം അത് വെച്ചിട്ട് ജനങ്ങളുടെ ഇടയിൽ ഒരു വ്യക്തിക്ക് കിട്ടിയിരിക്കുന്ന ജനസ്വീകാര്യത, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അനുകൂലമായിട്ടൊരു ജനവികാരം ഉണ്ടാകുന്നു, അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നാടിന് കൊണ്ടുവന്നിരിക്കുന്ന ഓരോരോ മാറ്റങ്ങൾ, ഇതെല്ലാം ജനങ്ങൾക്കിടയിൽ അംഗീകരിക്കപ്പെടുന്നു എന്ന് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ചെയ്യേണ്ടത്? ആ വ്യക്തിയെ കേന്ദ്രീകരിച്ച് നമ്മൾ കൃത്രിമ വിവാദങ്ങൾ സൃഷ്ടിക്കണം. ആ വിവാദങ്ങളിലൂടെ ഇല്ലാത്തതുണ്ട് എന്ന് തോന്നിച്ചുകൊണ്ട് ആൾക്കാരുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് വികാരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ദൃശ്യം കാട്ടിയിരിക്കുന്നത്. എന്താണ് ഇതിന്റെ റിയാലിറ്റി എന്ന് കൂടി നിങ്ങൾ കാണണം. ഇതേ നോക്കിയേ. അതാണ് ഈ പാലത്തിന്റെ പ്രധാനത്തിലേക്കും പൂർത്തീകരണത്തിലേക്കും എത്തിച്ചത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിനെ ഈ വേദിയിലേക്ക് ആദരവോടെ ഞാൻ എന്താണ് സംഭവിച്ചത്? ഈ പാലത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ യുവതി ഒരു റോസാപ്പൂവുമായി വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം കൈ കാണിക്കുകയാണ്. കൈ കാണിക്കുമ്പോൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് മേശപ്പുറത്ത് വയ്ക്കുകയാണ്. പക്ഷേ സംഭവം എന്താണ്? മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്ന വാചകങ്ങൾ അത് ആങ്കർ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി അവസാനിച്ചില്ല. അതായത് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന വാചകം എത്തുന്നതിന് തൊട്ട് മുന്നോടിയായിട്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ആ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുമ്പോഴാണ് സാധാരണഗതിയിൽ എന്ത് ചെയ്യാറുള്ളത്? ഇത്തരം ഏതെങ്കിലും ബൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പൂവുണ്ടെങ്കിലോ മറ്റെന്തെങ്കിലും ഉപഹാരങ്ങൾ കൊടുത്ത് സ്വീകരിക്കുക എന്ന് പറയുന്നത് ആ അവതാരികയായിട്ടുള്ള വ്യക്തി അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുമ്പോഴാണ്. അത് പറയുന്നതിന് മുന്നോടിയായിട്ട് യുവതി എന്ത് ചെയ്യാണ്? റോസാപ്പൂവായിട്ട് വരികയാണ്. അങ്ങനെ മുഖ്യമന്ത്രി വെയിറ്റ് ചെയ്യുമെന്ന് കൈ കാണിക്കുമ്പോഴാണ് ആ പെൺകുട്ടി എന്ത് ചെയ്യുന്നത്? നമ്മുടെ നാട്ടിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അദ്ദേഹം ദേഷ്യക്കാരനാണ്, ധാർഷ്ട്യക്കാരനാണ് എന്നുള്ള നിലയ്ക്ക് വാങ്ങിക്കുന്നില്ല. അതുകൊണ്ട് അത് കേട്ട മാനസികാവസ്ഥ വെച്ചിട്ടാണ് ആ പെൺകുട്ടിയും അത് താഴെ വെച്ചിട്ടുണ്ടാവുക. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം ആ ദൃശ്യം, അതായത് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സദസ്സിനെ എഴിച്ച് അദ്ദേഹം മടങ്ങിയ ശേഷം ആ പൂ സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെയല്ല അത് സ്വീകരിക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് തോന്നും ഇവിടെ ഒറ്റപ്പെട്ടതാണോ? അല്ല. ഈ അടുത്ത കാലത്ത് കുമ്പിച്ചൻകടവ് പാലം അതിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇതുപോലെ മുഖ്യമന്ത്രി പരിപാടി കഴിഞ്ഞ് നടന്നു പോകുന്ന സന്ദർഭത്തിൽ ഫോണുമായിട്ട് ഒരു പെൺകുട്ടി വരുന്നുണ്ട്. അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള പെൺകുട്ടി സെൽഫി എടുക്കാൻ വന്നപ്പോൾ സമ്മതിച്ചില്ല എന്ന തരത്തിലായിരുന്നു ആ പ്രചരണം. അന്ന് കുമ്പിച്ചൻകടവ് പാലത്തിന്റെ ഉദ്ഘാടനം ഒരു നാടിന് മുഴുവൻ വലിയ ഉത്സവമായിരുന്നു. ആ വികസന പ്രവർത്തനത്തിലെ നാട് നെഞ്ചേറ്റിയതാണ്. അത് തകർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവിടെ സർക്കാരിനുണ്ടായിരിക്കുന്ന വ്യക്തിക്കുണ്ടായിരിക്കുന്ന ജനസ്വീകാര്യത തകർക്കാൻ വേണ്ടിയാണ് ഈ വിഷയത്തെ എടുത്തങ്ങ് ഹൈലൈറ്റ് ചെയ്യപ്പെടുകയാണ്. അതുപോലെയാണ് പെരുമ്പളം പാലവുമായി ബന്ധപ്പെട്ട് 3 സെക്കൻഡ് ദൃശ്യം, അതായത് അതിന്റെ കണ്ടിന്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ വ്യക്തി എന്ത് ചെയ്തു എന്ന് നാടറിയും. അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യണം? നമ്മൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കണം. കേരളത്തിലെ കനകോലുക്കാരും പിണറായി ഡീഗ്രേഡുകാരും ഒപ്പം തന്നെ സർക്കാർ വിരുദ്ധരും അതിന് ചൂട്ടുപിടിക്കുന്നവരെല്ലാം കൂടി ചേർന്ന് ഒരു വ്യക്തിക്കെതിരെ ജനവികാരം സൃഷ്ടിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്ന് ആ ദൃശ്യം ഒരിക്കൽ കൂടി കണ്ടതിന് ശേഷം നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തൂ.